തവനൂർ മണ്ഡലത്തിൽ ഞാൻ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 15 വർഷം തവനൂരുകാരുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും തവനൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2011 ആദ്യമായിട്ട് ഈ നിയോജക മണ്ഡലം രൂപീകൃതമായതിന് ശേഷം ഞാൻ മത്സരിക്കാൻ എത്തുന്നത്. അന്ന് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് 2010 നടന്ന സന്ദർഭത്തിൽ തവനൂർ നിയോജക മണ്ഡലത്തിൽ 7000-ലധികം വോട്ടുകൾക്ക് UDF മുന്നിലായിരുന്നു. 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഒറ്റ പഞ്ചായത്ത് മാത്രമാണ് ഭൂരിപക്ഷത്തിൽ LDFൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് വട്ടംകുളമാണ്. എടപ്പാളിൽ പോലും സമാസമം അംഗങ്ങൾ വന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് LDFനും വൈസ് പ്രസിഡന്റ് UDFനും കിട്ടിയ സന്ദർഭം. ബാക്കി എല്ലാ പഞ്ചായത്തുകളും UDFനായിരുന്നു. അന്നത്തെ DCC പ്രസിഡൻ്റായിരുന്നു എനിക്കെതിരായിട്ട് മത്സരിച്ചത്. വളരെ ജെൻ്റിലായിട്ടുള്ളൊരു മത്സരമായിരുന്നു അത്. എൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിലെ വളരെ മാന്യമായ ഒരു രാഷ്ട്രീയ മത്സരമായിരുന്നു. VV പ്രകാശ് ഒരു പക്ക ജെന്റിൽമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അകാലത്തിലെ വിയോഗം മറ്റു പലരെയും പോലെ എന്നെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിനുശേഷവും 2 തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇതിപ്പോൾ ഇവിടെ 4ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ഈ തവണ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. അത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി നിർബന്ധമായും മത്സരിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പാർട്ടി പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അതൊരു നന്ദികേടാകും എന്നുള്ളതിനാൽ മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. ഒരുപാട് വികസന പദ്ധതികൾ ഇവിടെ ഈ കാലയളവിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നായർത്തോട് പാലം. അതിൻ്റെ സമർപ്പണം കഴിഞ്ഞു. തിരൂർ പുഴയ്ക്ക് കുറുകെ 64 കോടി രൂപ ചെലവിട്ടാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുപോലെ തന്നെ ഒളമ്പക്കടവ് പാലം ഏതാണ്ട് 55 കോടി രൂപയാണ് ആ പാലത്തിനായിട്ട് സർക്കാരിൽ നിന്ന് അനുവദിപ്പിച്ചത്. ആദ്യം അത് മേരി മാത എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എടുത്തത്. അവരതിൻ്റെ പില്ലറുകൾ മൊത്തമുണ്ടാക്കി ബാക്കി പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. അതേ തുടർന്ന് ആ പ്രവൃത്തി റീടെൻഡർ ചെയ്തു. ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇപ്പോൾ ആ വർക്ക് എടുത്തിരിക്കുന്നത്. 1 വർഷം കഴിയുമ്പോഴേക്ക് ആ പാലവും പ്രവർത്തനക്ഷമമാകും. എടപ്പാളിലെ മേൽപ്പാലം ഒരു ടൗണിന് കുറുകെയുള്ള ആദ്യത്തെ മലപ്പുറം ജില്ലയിലെ ഫ്ലൈ ഓവറാണ് എടപ്പാളിൽ നിർമ്മിച്ചത്. തിരുനാവായ തവനൂര് പാലം അതും നിർമ്മാണഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തലേ ദിവസം മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള കാരണം ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ 2 ക്ഷേത്രങ്ങൾ വരുന്നത് തവനൂർ ഭാഗത്താണ്. ആ ക്ഷേത്രങ്ങൾക്ക് ഇടയിലൂടെയാണ്, അതിൻ്റെ നടുവിലൂടെയാണ് ഈ പാലം വരുന്നത്. അതുകൊണ്ട് അത് വിശ്വാസാചാരങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. കോടതി ആ വാദം അംഗീകരിച്ചില്ല. സർക്കാരിനോട് അക്കാര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ വേണ്ടി പറഞ്ഞു. സർക്കാർ ആ കാര്യം വിശദമായിട്ട് പരിശോധിച്ചു. അതിലൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എന്നോടും അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ധൃതിപ്പെട്ട് ആരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട പ്രാമാണികന്മാരായിട്ടുള്ള ആത്മീയ നേതാക്കളോട്, മത നേതാക്കളോട് ചോദിച്ചതിന് ശേഷം മാത്രം നിലവിലുള്ള അലൈൻമെൻറ്റിൽ പണി ആരംഭിച്ചാൽ മതി. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എല്ലാ മതവിശ്വാസികളെയും വിശ്വാസത്തെയും ഒരുപോലെ കാണണം, ആരോടും അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അലൈൻമെൻറ്റ് കുറച്ചപ്പുറത്തേക്ക് മാറ്റി അത് പണിയാനാണ് എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധന്മാർക്ക് അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ പണിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 51 കോടി രൂപ ചെലവിട്ടാണ് തീരദേശ റോഡിൻ്റെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. വീതി കൂട്ടിയിട്ട്, വീതി കൂട്ടാത്ത സ്ഥലങ്ങളുണ്ട്. കൂട്ടായി അങ്ങാടി, അവിടെ ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പടിഞ്ഞാറേക്കരയിൽ എത്തുന്നതിന് മുൻപ് ഏതാണ്ട് 1 കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ നിന്ന് ഒരു പാലം
ഹൗറ മോഡൽ പാലം പൊന്നാനിയിലേക്ക് അഴിമുഖത്ത് കെട്ടുന്നതിന് 250 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ, പ്ലാൻ അതെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്തെ ആ റോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു റൺവേ ആണെന്ന് തോന്നും, എയർപോർട്ടിലെ റൺവേ ആണെന്ന് തോന്നും. അവിടെ പോയിട്ട് നോക്കിയാൽ അതറിയാം. അത്രയും മനോഹരമായിട്ടാണ് അത് പണിതിരിക്കുന്നത്. തീരദേശത്ത് തന്നെ ഒരു ഭാഗം മുഴുവൻ കടലെടുത്ത് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പുറത്തൂർ പഞ്ചായത്തിലെ ഒരു മേഖല, അവിടെ 7.25 കോടി രൂപ ചെലവിട്ടാണ് വലിയ ഭിത്തി കെട്ടി ആ പ്രദേശം മുഴുവൻ സംരക്ഷിച്ചത്. തീരദേശ മേഖല ഹാർബർ എഞ്ചിനീയറിംഗ് 341 കോടി രൂപയാണ് നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. നിങ്ങൾക്കിപ്പോൾ എല്ലാ ഗ്രാമീണ റോഡുകളും പൈപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. വട്ടംകുളം, എടപ്പാൾ, കാലടി പഞ്ചായത്തുകൾക്കുള്ള വലിയ ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി. IDTR പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അവിടെ 50 സെൻറ്റ് സ്ഥലം വളരെ പ്രയാസപ്പെട്ടാണ് സംഘടിപ്പിച്ചത്. 50 ലക്ഷം രൂപയാണ് അതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് KSRTCക്ക് കൊടുത്തു. അപ്പോൾ KSRTC നമ്മളുടെ ടാങ്കിൻ്റെ താഴെ ഹോസ്റ്റൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ 50 ലക്ഷം രൂപ നമ്മൾ നൽകിയത്. ഇങ്ങനെ നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ വന്നു. എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും. എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 10 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയാകുന്നത്. ഇപ്പം 390 പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. കാടഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂള്, തവനൂർ കേളപ്പജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും 3 സ്റ്റേഡിയങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഒന്ന് എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്റ്റേഡിയം, രണ്ടാമത്തേത് കേളപ്പജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം, മൂന്നാമത്തേത് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് അർബൻ പദ്ധതി പ്രകാരം എടപ്പാൾ, വട്ടംകുളം പഞ്ചായത്തുകളിൽ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. അതിലൊന്നാണ് വട്ടംകുളത്തെ സ്റ്റേഡിയം. പിന്നെ നമ്മളുടെ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് NK പ്രേമചന്ദ്രനാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്താണല്ലോ നമ്മളുടെ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം നടന്നതും പൂർത്തിയായതും. 2006-11 കാലയളവിൽ അന്ന് VS സർക്കാരായിരുന്നു. VS സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയായ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പിന്നെ ചോർന്നത്. അല്ലാതെ ഞാൻ മന്ത്രിയായിരുന്ന കാലത്തോ, അന്ന് ഞാൻ MLA ഇവിടുത്തെ MLA അല്ല, അന്ന് ഞാൻ കുറ്റിപ്പുറത്തെ MLA അല്ല, ഞാൻ വിശ്വസിക്കണില്ല. അപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ UDFകാർ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരണം, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയും. നമ്മളുടെ മണ്ഡലം 3 പോലീസ് സ്റ്റേഷനിലേക്കാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്: കുറ്റിപ്പുറം, പൊന്നാനി, ചങ്ങരംകുളം. അതൊക്കെ ഞാൻ ആ കാര്യം ടേക്കപ്പ് ചെയ്തിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷൻ ഒരു MLA ശ്രമിച്ചാൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനൊരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എവിടെയൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ വേണ്ടത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അത് MLAമാരുടെ ശുപാർശ പ്രകാരമല്ല ഈ പോലീസ് സ്റ്റേഷൻ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ടോട്ടൽ ക്രൈമിൻ്റെ എണ്ണം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ നമ്മളുടെ ഈ പ്രദേശത്ത് ഈ 3 സ്റ്റേഷൻ വ്യത്യസ്തമായിട്ട് വിഭജിച്ച് കൊടുത്താൽ തന്നെ അത്ര കേസുകളേ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് സ്റ്റേഷൻ വരാത്തത്. അപ്പം നമ്മൾ മര്യാദക്കാരായതുകൊണ്ടാണ്, നമ്മളുടെ തവനൂർ നിയോജക മണ്ഡലക്കാർ മര്യാദക്കാരായതുകൊണ്ടാണ് വരാത്തത്. ഇവിടെ കുറേ കേസ് ഉണ്ണിയൊക്കെ താല്പര്യം എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരും. നവകേരള യാത്രയുടെ ഭാഗമായിട്ട് 7 കോടി രൂപയുടെ വർക്ക് MLAമാർക്കും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരുന്നു. അതിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് 3 കോടി രൂപയുടെ ഒരു വർക്ക് മിനി പമ്പയുടെ നവീകരണമാണ്. അപ്പോൾ നമുക്ക് ആ നവീകരണത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, സ്ഥലമേറ്റെടുപ്പും അല്ലെങ്കിൽ KTDCയുടെ സ്ഥലം നമ്മൾ ഇതിനായിട്ട് വാങ്ങലൊക്കെ ഭയങ്കര, പക്ഷെ നമ്മളുടെ അവിടുത്തെ ആ സ്ഥലം ഒന്നും കൂടിയും അത് പാർക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മനസ്സിലായി.